കണ്ടോ നിങ്ങൾ ഈ കാര്യം? നമുക്കൊന്ന് കേൾക്കാം. എന്താ ചെയ്ത വെറുപ്പിച്ചാല് ഒരു പെണ്ണുണ്ട്, ഇഷ്ടമൊന്നുമല്ല എനിക്ക് പെണ്ണുങ്ങളെ പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാതെ. നമ്മള് പാല് പണിക്കാൻ പോകാം, അതായത് എന്റെ മുത്തമ്മന്റെ വീട്ടിൽ നിന്ന് പാല് പണിക്കാൻ പോകാം. അപ്പൊ പാല് പണിക്കാൻ വരുന്ന സമയത്ത് കണ്ടത്തിലാണ്. അപ്പൊ കണ്ടത്തില് നമ്മൾ ചെറിയൊരു ഇടവഴിയാണ്. ആ ഇടവഴി നാട് എടുത്ത് ഞാൻ ഓളെ കണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടുത്തു മൊത്തി. അതല്ലാതെ എനിക്ക് പറഞ്ഞില്ലേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അല്ല എന്തായാലും പറയാ ഒരു ക്യൂരിയോസിറ്റി, ആ കാണാനുള്ള ഒരു ത്വര. ആ അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസിനൊക്കെ ആയാലും അമ്മ വെസ്റ്റ്. അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഒപ്പം വേറൊരുത്തനും കൂടെ ഉണ്ടാവും. അപ്പൊ എന്നിട്ട് ആരെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല? അതായത് ഫ്രണ്ട് അല്ല, ഇപ്പുറത്ത് വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര നമ്മുടെ അതേ വൈബുള്ള ഒരാള്. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? നമ്മൾ രണ്ടാളും ഞാൻ അവനോട് ഒരിടാ വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഇതെല്ലാം പറയാം. രാത്രിയാണോ പോവാ? രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. അതായത് നമ്മളെ വീടെന്ന് വെച്ചാൽ കൊറേ മൊത്തം ഓടിട്ട വീടാണ്. ഓ, അപ്പൊ ഓടിളക്കിച്ചൊന്നല്ല, അതായത് ഓടിട്ട വീടാണ്. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ല. അപ്പൊ പുറത്തുനിന്ന് പോയി ഉള്ളു. പിന്നെ മംഗല സീനിലുണ്ടായ എല്ലാം എന്തിനാ പറയുന്നത്? എത്രമാത്രം ഉറപ്പിച്ചു കേട്ടോ നിങ്ങൾ, എന്തൊരു അഭിമാനത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെയാണ്. എന്നാൽ പുറം രാജ്യത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ അവിടെയുള്ള ആളുകൾ ആരൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഒരുപാട് ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിയ ആളുകൾ അല്ലേ? ഒരുപാട് ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അവരുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയ ആളുകളെ കുറിച്ചിട്ടാണ് അവരൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നത് പല ചാനലുകൾക്കും. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇൻ്റർവ്യൂ നടത്തുന്നത് ആരൊക്കെയാണ്? ഇതുപോലെ ഭക്ഷണം തൻ്റെ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുന്ന ആളുകൾ, എവിടെയെങ്കിലും കുളിമുറിയിൽ പോയി ഒളിഞ്ഞു നോക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, തൻ്റെ ബാല്യത്തിൽ ആ തെറ്റുകൾ ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഇതുപോലത്തെ സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ആളുകൾ, മറ്റുള്ളവരെ ആലിമീങ്ങളെ തെറി പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ കമിതാക്കൾ, എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോയി ചെറിയ പ്രായത്തിൽ തന്നെ വാപ്പാനെ ഉമ്മാനൊക്കെ ഇട്ടിട്ട് ഒളിച്ചോടിപ്പോയ ആളുകൾ, ഇവരൊക്കെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സമൂഹം നമ്മുടെ ഈ നാട്ടിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നാം മനസ്സിലാക്കുന്നു ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് നന്മകളുണ്ട്, അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് ത്യാഗങ്ങൾ, എന്നിട്ട് അവർ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ നേട്ടങ്ങൾ, ഈ നേട്ടങ്ങളെക്കുറിച്ച് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കലാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ വന്ന് പറയാം. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ആ പെൺകുട്ടി തട്ടമിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അത് കേൾക്കുമ്പോൾ എന്തു രസമാണെന്നറിയോ? എന്തു രസത്തിലാണ് ചിരിക്കുന്നത്. മനസ്സിലാക്കണം. ഇപ്പം അവൻ പറഞ്ഞല്ലോ ഒളിഞ്ഞു നോക്കി എന്നത്. ഈ പൊളിഞ്ഞു നോക്കുന്നത് ഒരുപാട് ആളുകളുടെ പെങ്ങളാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല, മറ്റൊരാളുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, മറ്റൊരാളുടെ ഭാര്യയായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന ഈ ചെറുപ്പക്കാരനെ കേൾക്കുന്ന ആളുകളും അതിന് കുറേ ആളുകൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടല്ലോ. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റിലൂടെ മെസ്സേജ് കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെയൊക്കെ പെങ്ങളുടെ വീട്ടിനകത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ നിങ്ങളുടേതാണ് ഇതുപോലെ ഈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ഫെമിനിസ്റ്റുകൾ, സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ. ഈ ഒരു കാര്യം കേട്ടപ്പോൾ, ഒരു സ്ത്രീകളെ ഇത്രത്തോളം അപമാനിക്കുന്ന രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ, ഈ ലക്ഷക്കണക്കിന് ഈ ഒരു ചാനൽ എന്ന് പറയുന്നതിന് 2.71 മില്യൺ ആളുകൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബാണ്. 1 ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ഓരോ വീഡിയോസും കണ്ടിട്ടുണ്ട്. എന്നിട്ട് എവിടെയാണ് ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ? സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്ത്രീകളുടെ എല്ലാത്തിനും പറഞ്ഞിട്ട് പല ആളുകളും ചിലപ്പോൾ വരാറുണ്ടല്ലോ. എവിടെയാണ് നിങ്ങൾ? സ്ത്രീകളെ കുറിച്ചിട്ട്, സ്ത്രീകളെ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അതിനൊന്നും ഒരു എതിരെ സംസാരിക്കാതെ കമൻറ്റ് ബോക്സ് മുഴുവനും മമ്മൂന് അനുഗ്രഹമായിട്ട് അവിടുന്ന് അനുഗ്രഹ മഴകൾ വർഷിപ്പിക്കുന്ന കമൻറ്റുകളായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്താ വേണ്ടിടത്ത് എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും സംസാരിക്കാത്തത് എന്ന്.
മനസ്സിലാക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ നിങ്ങളായി മാറും, ഈ സമൂഹമായി മാറുന്നോ എന്ന് വരെ ചിന്തിച്ചു പോവുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. നബിയെ, എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ, നീ നിന്റെ പെങ്ങളെ വ്യഭിചരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ഉമ്മാനെ വ്യഭിചരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ഭാര്യയെ നീ മറ്റൊരാൾ വ്യഭിചരിക്കുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് മറ്റൊരാളുടെ അമ്മയാണ്, മറ്റൊരാളുടെ സഹോദരിയാണ്, മറ്റൊരാളുടെ ഭാര്യയാണെന്ന് നീ മറക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു സഹോദരനെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, അത് അവിടുന്ന് പിന്മാറിയ ചരിത്രമാണ് അവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് നോക്കൂ നിങ്ങൾ, ഈ ഒരൊറ്റ വാക്കാണ് ഈ സഹോദരൻ മനസ്സിലാക്കേണ്ടത്. പ്രായം നോക്കിയാൽ, മുഖത്ത് നോക്കിയാൽ പൊടിമീശ പോലും കാണാത്ത ഈ ഒരു പൈതൽ പോലുള്ള മുഖം, അല്ലേ? എന്നിട്ട് പറയണം അന്തല്ലാത്ത കാലത്ത് ചെയ്തു. ആയിക്കോട്ടെ, അന്തല്ലാത്ത കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പടച്ച റബ്ബേ, ഈ ഒരു കാര്യം ചെയ്യാൻ, ഇതൊരു ചെയ്തത് ഇങ്ങനെ വിളിച്ചു പറയാൻ എന്തൊരു ത്വരയാണെന്നറിയോ? അവിടെ ക്യൂരിയോസിറ്റിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അല്ലേ? അതൊക്കെ ചോദിക്കുന്ന ആൾക്കോ, ചോദിക്കുന്ന ഈ സഹോദരിയും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ, പടച്ചുവനെ ഞാൻ എന്താണ് ചോദിക്കുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് സന്തോഷത്തോടെ ചിരിക്കാൻ. ആ ഇന്റർവ്യൂവിൽ തന്നെ നോക്കൂ നിങ്ങൾ, ദർസിന്റെ പീഡനം പറഞ്ഞിട്ട് ഭയങ്കര മുഖത്തൊക്കെ സങ്കടഭാവം കാണിച്ചിട്ടാണ് ആങ്കർ പറയുന്നത്. എന്താ അതൊക്കെ? ഇത് ഒരിക്കലും നമുക്ക് അക്രമമാണെന്നോ അല്ലെങ്കിൽ പോലീസുകാരുടെ മുറകളാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയൂല. അതൊക്കെ പീഡന മുറകളാണെന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഈ ആങ്കർ. പക്ഷേ അതിലും വലിയൊരു വിഷയം അവിടെ വന്നപ്പോൾ ലാസ്റ്റ് ഞാൻ കാട്ടിക്കൂട്ടിയത് വല്ല അഭിമാനത്തോട് കൂടിയിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്ന സമയത്ത്, ഞാൻ അന്ന് അവിടെ പോയി പട്ടാളക്കാരനെ കൊന്നു എന്നൊക്കെ പറയില്ലേ, ഞാൻ അവിടേക്ക് വെടിവെച്ചിട്ടെന്നൊക്കെ പറയാം അഭിമാനത്തോടു കൂടെ. എന്നപോലെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ പടച്ച റബ്ബേ, അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അത് എന്നിട്ടും പറയാൻ തീർന്നിട്ടില്ല. അത് മാത്രമൊന്നല്ലത്ര ഇനിയുണ്ട്, ഇനി മണിയറകിലൊക്കെ വേറെ ഉണ്ട്. ഇനി എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? തീർന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇന്ന് ഈ സമൂഹം ഇന്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ഉമ്മ, ഇപ്പോൾ ആ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആ ഉമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നറിയോ? എത്രത്തോളം ആ ഉമ്മയുടെ നെഞ്ച് പൊട്ടുന്നുണ്ടെന്നറിയോ? എൻ്റെ മകൻ ഇങ്ങനെ ചെയ്ത ഇത്രയും വലിയ ഒരു തെറ്റ് സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം ഇങ്ങനെ വിളിച്ചു പറയാണ്. നമ്മളൊക്കെ അതിൽ പറയുന്നുണ്ട്, ഞാൻ പക്വതല്ലാത്ത സമയത്ത് കാട്ടിയതാണ്. പക്വതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ചിരട്ടയിൽ അല്ലെങ്കിൽ ചെരുപ്പിന്റെ വാറ് മുറിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങയ്ക്ക് 2 ഈർക്കിളിയും കുത്തിയിട്ട് വണ്ടി ഉരുട്ടി കളിക്കുന്ന സമയമാണ് നമ്മളതൊക്കെ. അല്ലാതെ മൊബൈലും പിടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോഡ് പോയിട്ട് ഇളക്കി നോക്കലോ അതല്ലല്ലോ നമ്മളൊന്നും ചെയ്തിരുന്നത്. മനസ്സിലാക്കണം, സമൂഹത്തിന്റെ മുമ്പിൽ നോക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴും മറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പറയുന്നുണ്ട്, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ വീടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണത് എന്ന്. 2 പെൺമക്കൾ ജനിച്ചിട്ട് ആ പെൺമക്കളെ വേണ്ട രൂപത്തിൽ പരിചരിച്ചിട്ട് അവർക്ക് നല്ല ഭാവി കൊടുത്ത് വിവാഹം കഴിച്ചവരയക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും അവനും സ്വർഗത്തിൽ ഇത് അങ്ങനെയാണെന്ന്. മനസ്സിലാക്കണം, അത് പെൺകുട്ടിയെ മാത്രം, ഒരു പെണ്ണിനെ കുറിച്ച് മാത്രം പരിശുദ്ധ ദീൻ പറഞ്ഞതാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, സ്ത്രീയുടെ ജീവിതത്തിന്റെ ആ വസന്തം അത് പുരുഷനാണ് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഒരു പെണ്ണ് ആ പെൺമകളായിരിക്കുന്ന സമയത്ത് പിതാവിനായിട്ട് അവൾ സ്വർഗത്തിൻ്റെ കവാടം അവിടുന്ന് തുറന്നു കൊടുക്കുന്നവളാണ്. ആ പെണ്ണൊരു ഭാര്യയായി മാറുമ്പോഴോ അത് ഭർത്താവിൻ്റെ പകുതി ദീനും പൂർത്തിയാക്കുന്നവളാണ്. ഇനിയോ ആ പെണ്ണൊരു മാതാവായിട്ട് മാറുമ്പോഴോ സ്വർഗം തൻ്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടു നടക്കുന്നവളാണ്. ഇതൊക്കെ ഒരു പെണ്ണിൻ്റെ, പ്രിയപ്പെട്ടവരെ, പെണ്ണിൻ്റെ പക്വതയാണ്. പെണ്ണിന് അല്ലാഹു തആല കൊടുത്തതാണ്. വീടിൻ്റെ ഒരു ഐശ്വര്യമാണ് പെണ്ണ്, ഒരു വീടിൻ്റെ നാഥയാണ് പെണ്ണ്, വീടിൻ്റെ സമാധാനമാണ് പെണ്ണ്, വീടിൻ്റെ വെളിച്ചമാണ് പെണ്ണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധിയായിട്ടാണ് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. എന്നിട്ട് ആ പെണ്ണിനെ പോയിട്ട് ഒരു കുളിമുറിയിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കുക.
മണിയറയിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കുക, എന്നിട്ടത് പബ്ലിക്കായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയാം. എന്നിട്ട് അത് ചോദിക്കുന്ന ആളുകൾ അത് ചോദിക്കുന്നിട്ട് എന്താണ് ഉണ്ടായത്? ആവേശം അല്ലേ? അപ്പോൾ ഇത് അവിടെ അറിയാനുള്ള ത്വര, ഇപ്പുറത്ത് അറിയാനുള്ള ത്വര പറഞ്ഞപ്പോൾ അവിടെ അറിയാനുള്ള ത്വരയായിട്ട് മാറുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊക്കെ സമൂഹം എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത് എന്ന് കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇതൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഇതിലൂടെയൊക്കെ കൊടുക്കാൻ കഴിയുന്നത്? എന്തെങ്കിലും ഒരു അനുഗ്രഹം, എന്തെങ്കിലും ഒരു നേട്ടം ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ വാക്കിലൂടെ? നിങ്ങൾ നോക്കൂ പല രാജ്യങ്ങളുടെ ഇന്റർവ്യൂ, ആളുകളുടെ ഇന്റർവ്യൂ നിങ്ങൾ നോക്കൂ. ആരെ കുറിച്ചിട്ടാണ് ഓരോ ചാനലുകൾ ഇന്റർവ്യൂ നടത്തുന്നത്? റൊണാൾഡോനെ പോലുള്ള ആളുകൾ അല്ലേ, അതേപോലെ തന്നെ ലയൺ മെസ്സിയെ പോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അവർ മികവ് കാണിച്ച ആളുകൾ, അല്ലെങ്കിൽ എഴുത്തുകാർ, ഇവരൊക്കെ കുറിച്ചിട്ടാണ് വിദേശ രാജ്യങ്ങളുടെ ചാനലുകൾ മുഴുവനും ഇന്റർവ്യൂ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ നാട്ടിലെ പല ഇന്റർവ്യൂ നടത്തുന്ന ചാനലുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. ആരാണ് അതിൽ ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾ? ആരെയാണ് അതിനകത്ത് കൊണ്ടുവരുന്ന ആളുകൾ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇന്റർവ്യൂ നടത്തുന്ന ആളുകളുടെ വസ്ത്രരീതിയും മറ്റും കണ്ടാൽ തന്നെ നമുക്ക് അത് കാണാൻ തോന്നൂല അല്ലെ? ആ രൂപത്തിലാണ് അവരുടെ ജീവിതം, അവരുടെ ശൈലി. അതിൻ്റെ പുറമെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോ എന്ത് സന്ദേശമാണ് കൊടുക്കുക? അവർ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സന്ദേശങ്ങൾ കൊടുക്കലാണ് അല്ലേ? സന്ദേശങ്ങൾ കൊടുക്കൽ മറ്റുള്ളവർക്ക് അത് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു വലിയ ഭാഗമായിട്ട് മാറ്റലല്ലേ? ഇതൊക്കെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വലിയ ധർമ്മം സമൂഹത്തിന്റെ മുമ്പിൽ ചെയ്യിപ്പിക്കലല്ലേ? എന്നിട്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അള്ളാഹു നമുക്ക് കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പറയുന്ന ആളും കേൾക്കുന്ന ആൾ, ചോദിക്കുന്ന ആളും രണ്ടും ഒരുപോലെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെണ്ണിൻ്റെ സ്വാതന്ത്ര്യവും പെണ്ണിൻ്റെ എല്ലാം പറഞ്ഞിട്ട് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെക്കാൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ അധപ്പതിച്ചു പോകുന്നു എന്ന് വരെ ചിന്തിച്ചു പോവുകയാണ്. ഇതിന് വരണം. പെണ്ണിൻ്റെ സ്വാതന്ത്ര്യവും പെണ്ണിൻ്റെ മാനവും പെണ്ണിൻ്റെ അഭിമാനവും കാക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഇസ്ലാം പലതും പറയുമ്പോൾ അതിനൊക്കെ പല രൂപങ്ങളിലായിട്ട് വൽക്കരിച്ചിട്ട് ചിത്രീകരിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് വരണം, ഇതൊക്കെ നിങ്ങളൊന്ന് കേൾക്ക്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.